രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ വലിയൊരു വിഷയമായി മാറിയിരിക്കുകയാണ്. ആ വിഷയത്തിൽ യഥാർത്ഥ വില്ലൻ ആരാണ്? രാഹുൽ വെറും ഒരു ടൂൾ മാത്രം. അപ്പോൾ ആ വില്ലനോ? ഇത്തരത്തിൽ പല ഇനം ടൂളുകൾ കൈവശമുള്ള ഒരു ഹൈടെക് മുതലാളി. അങ്ങ് ഡൽഹി മുതലുണ്ട് ഈ യഥാർത്ഥ വില്ലൻ്റെ പിടിപാട്. ഇവിടെ രാഹുൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എന്ന പ്രിവിലേജ് പ്രയോഗിച്ച് ഒരു സീരിയൽ ഒഫൻഡറായി മാറിക്കൊണ്ടിരിക്കുന്നു. രാഹുൽ ചെയ്തു കൊണ്ടുവന്ന കൊടും ക്രൂരത ക്രിമിനൽ കുറ്റമാണത്. കോൺഗ്രസ് പാർട്ടിക്ക് ഡാമേജ് ചെയ്തു എന്ന് പറഞ്ഞാൽ, വെറുതെ അങ്ങ് പറഞ്ഞാലൊന്നും അതിന് യാതൊരു അർത്ഥവുമുണ്ടാകില്ല. കോൺഗ്രസ് പാർട്ടിക്ക് ഇതുവരെ ഇല്ലാത്തൊരു നാണക്കേട് തന്നെയാണ്. കാട്ടുകോഴി എന്ന് നാട്ടുകാർ വിളിക്കുന്ന രാഹുൽ മാങ്കൂട്ടം നടത്തിയ പാതകത്തിൻ്റെ ഗ്രാവിറ്റിയും അതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ളവരാണ് വി.ഡി. സതീശനും ചെന്നിത്തലയും സണ്ണി ജോസഫും അടക്കമുള്ള മുതിർന്ന നേതാക്കന്മാർ. ഒളിഞ്ഞും തെളിഞ്ഞും രാഹുലിനെതിരെ നിലപാടെടുത്ത ഒട്ടുമിക്ക വനിതാ നേതാക്കളുടെയും അവസ്ഥ മറ്റൊന്നുമല്ല. എന്തായാലും രാഹുലിനെതിരെ ഘട്ടം ഘട്ടമായുള്ള ടെലിഫോൺ സംഭാഷണങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഒന്നൊഴിയുമ്പോൾ ഒന്നായി പത്തിയടിച്ച് താഴെ വയ്ക്കുന്നത് പോലെ. ഇതോടെ ലൈംഗിക ആരോപണത്തിൽ സസ്പെൻഷനിലായ എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ച് KPCC മുൻ അധ്യക്ഷൻ കെ സുധാകരൻ്റെ ചില പരാമർശങ്ങൾ വന്നിരുന്നു. രാഹുലിനെ ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാം എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ. പക്ഷേ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ വ്യക്തമായ ശക്തമായ ഭാഷയിൽ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അവർക്കറിയാം രാഹുൽ ഒരു പ്രശ്നക്കാരനാണെന്ന്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ സസ്പെൻഷനിലാണെന്നും കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം വേദി പങ്കിടാൻ രാഹുലിന് അനുമതി ഇല്ല എന്നും കെ മുരളീധരൻ കെ സുധാകരനെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. മുൻ KPCC പ്രസിഡന്റ് കൂടിയായ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ കഴിഞ്ഞ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ച് രംഗത്തെത്തിയത്. ഇതോടെ കോൺഗ്രസിലെ വനിതാ നേതാക്കളടക്കം സുധാകരനും എതിരായി. രാഹുൽ നിരപരാധിയാണെന്ന് കടുത്ത ഭാഷയിൽ അഭിപ്രായപ്പെട്ട സുധാകരൻ രാഹുലിനെ അവിശ്വസിച്ചത് തനിക്ക് പറ്റിയ തെറ്റായിപ്പോയെന്നും താൻ രാഹുലുമായി ഏത് വേദി വേണമെങ്കിലും പങ്കിടാമെന്നും രാഹുൽ വീണ്ടും പാർട്ടിയിൽ സജീവമാകണമെന്നൊക്കെ വിളിച്ചു പറഞ്ഞു. പ്രായാധിക്യം കൊണ്ടാകാം, പക്ഷേ കോൺഗ്രസിൻ്റെ ഭരണഘടന, KPCCയുടെ സസ്പെൻഷൻ, ഇതൊക്കെ ഓർമ്മ വേണമെന്നാണ് കെ സുധാകരൻ്റെ മുഖത്ത് നോക്കി കെ മുരളീധരൻ വ്യക്തമാക്കിയത്. എന്നാൽ സുധാകരൻ്റെ അനുകൂല പരാമർശങ്ങളിൽ പാർട്ടി അന്വേഷണം നടക്കുകയാണെന്നാണ് മുരളീധരൻ്റെ മറുപടി. രാഹുലിന് നിലവിൽ കൂടുതൽ നടപടി ഇപ്പോൾ രാഹുലിനെതിരെ സ്വീകരിക്കാൻ പാർട്ടിക്ക് കഴിയില്ല. സസ്പെൻഡ് ചെയ്തു, അതിലെല്ലാം തീർന്നു. ഇനി പാർട്ടി തിരിച്ചെടുക്കും. പക്ഷേ രാഹുൽ കുറ്റവിമുക്തനാണെന്ന് സ്വയം തെളിയിക്കേണ്ടതുണ്ട്. ഓരോ പ്രദേശത്തും ആരൊക്കെ പ്രചരണത്തിന് ഇറങ്ങണമെന്ന് അവിടുത്തെ സ്ഥാനാർത്ഥികൾ തന്നെയാണ് തീരുമാനിക്കുന്നത്, അല്ലാതെ അവിടുത്തെ കോൺഗ്രസ് ഘടകമല്ല എന്ന് മുരളീധരൻ വളരെ വ്യക്തമായി പറയുന്നു. സംഘടന അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പോലും തള്ളിപ്പറഞ്ഞ വ്യക്തിയാണ് ഈ രാഹുൽ മാങ്കൂട്ടം. എന്നിട്ടും ഒരു സങ്കോചവുമില്ലാതെ പൂർവാധികം ഭംഗിയായി, ശക്തിയായി, വാക്ചാതുരിയോടെ വിവിധ കോൺഗ്രസ് പ്രചരണ വേദികളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് എങ്ങനെ പങ്കെടുക്കാനാകുന്നത് കെ സുധാകരനും അറിഞ്ഞില്ലെങ്കിൽ അത് എങ്ങനെയാണെന്ന് വ്യക്തമാക്കി തരണമെന്ന് കെ മുരളീധരൻ ചോദിക്കുന്നു. ഇനി രാഹുലിലേക്ക് വരാം. ആരാണ് രാഹുൽ മാങ്കൂട്ടം? അയാളുടെ പിന്നിലുള്ള നിഴൽ ആരുടേതാണ്? അത് ആരെന്ന് വ്യക്തമായതാണ്, പരസ്യമായതാണ് ഒരിക്കൽ. സത്യത്തിൽ രാഹുൽ വെറുമൊരു ബഫൂൺ മാത്രമാണ്. വില്ലൻ ഉറപ്പായും പറമ്പിൽ ഹെഡ്മാഷാണ്. ഷാഫി പറമ്പിൽ എന്ന് വേണമെങ്കിൽ വിളിക്കാം. 1.5 ലക്ഷം ഭൂരിപക്ഷം കിട്ടി, ശൈലജ ടീച്ചറെ തറ പറ്റിച്ചു എന്നൊക്കെ ചുരുക്കുണ്ട്. ആ ചുരുക്ക് ഇപ്പോഴും കമൻറ്റുകളിൽ വന്ന് തള്ളുന്ന ഷാഫിയുടെ ചില കൂട്ടങ്ങളെയും രാഹുൽ മാങ്കൂട്ടം ഫാൻസ് ഉത്തമന്മാരെയും ഒരുപോലെ ഫുള്ളാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഉത്തമ വില്ലനാണ് ഈ ഷാഫി മാഷ്. രാഹുൽ പോയാൽ ഇന്നല്ലെങ്കിൽ നാളെ അതിനേക്കാൾ വിരുദ്ധനായ ഒരാൾ വരും. ആ പ്രതീക്ഷ ഇയാൾക്കുണ്ട്, പറമ്പിൽ മാഷിന്. മാഷ് അതിനായി കാത്തിരിക്കുകയാണ്. കാരണം ഇനിയും 4 കൊല്ലമെങ്കിലും MP ആയിരിക്കാം. അതിനുശേഷം മാത്രം മതി അയാൾക്ക് കേരളത്തിലെ കോൺഗ്രസിൻ്റെ മന്ത്രിപദത്തെക്കുറിച്ച്, അല്ല മുഖ്യമന്ത്രി പദത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങാൻ. അതാണ് പറമ്പിൽ മാഷിൻ്റെ ഒരു ആഗ്രഹം. അപ്പോഴേക്കും കോൺഗ്രസ് എന്ന പാർട്ടി കേരളത്തിൽ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് തൽക്കാലം പ്രസക്തിയില്ല. സ്വപ്നം കാണാനൊന്നും ഒരു പരിധിയും വേണ്ടല്ലോ. UDF ആകെ അത്യന്തം അപകടാവസ്ഥയിലാക്കിയ, തകർന്ന പാലം പോലെയാക്കിയ ഈ വിഷയത്തിൽ കോൺഗ്രസ് എടുത്തുയർത്തിപ്പിടിക്കുന്ന യഥാർത്ഥ വില്ലൻ നിങ്ങളെയും വഞ്ചിച്ച് സ്വാർത്ഥ നേട്ടമുണ്ടാക്കാൻ രാഹുലിനെ ഉപയോഗിക്കുകയാണെന്ന് അടുത്ത കോൺഗ്രസ് നേതാക്കളെല്ലാം പറഞ്ഞിട്ടും വിശ്വസിക്കുന്നില്ല കെ സുധാകരനടക്കം. ഒട്ടും താല്പര്യമില്ലാതിരുന്നിട്ടും ശൈലജ ടീച്ചർ നേടാൻ ആംബിയറില്ലാതിരുന്ന കോൺഗ്രസിനെ പറ്റിയ അബദ്ധമാണ് ഷാഫിയുടെ സ്ഥാനാർത്ഥിത്വമെന്ന് ഇപ്പോൾ പറഞ്ഞാൽ അതിൽ യാതൊരു കള്ളത്തരവുമില്ല. വസ്തുത അതാണ്. ഷാഫിയുടെ കുടിലതയിൽ നടന്ന ഒരു ഉത്തമ വിശ്വാസമുണ്ടായിരുന്ന കോൺഗ്രസ് നേതൃത്വവും ഷാഫിയും പകൽ പോലും പ്രതീക്ഷിക്കാത്ത ഒന്നാണ്
വടകരയിലെ ആ വിജയം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സംഖ്യ വോട്ട് വാങ്ങി ജയിച്ച വടകരയിലെ ഷാഫി ഇപ്പോൾ കേന്ദ്ര പ്രതീക്ഷയുടെ ഭാഗമായി വടകരയിലെ ഒരു താരമായി മാറിയെങ്കിലും അതിന് അധികം ആയുസ്സൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ചരിത്രം പറയും. MP ആയി തുടരാനോ ഡൽഹിയിലെ തണുപ്പ് കൊള്ളാനോ ഷാഫി പറമ്പിൽ മാഷിന് ഒട്ടും താല്പര്യമില്ല. മാത്രമല്ല, അടുത്ത തവണ കിട്ടുമെന്ന് ദിവാസ്വപ്നം കാണുന്ന ഒരു UDF ഭരണത്തിൽ ഒരു മന്ത്രിയായി, പറ്റുമെങ്കിൽ മുഖ്യമന്ത്രി തന്നെയായി മാറാനാണ് ഇയാൾ ആഗ്രഹിക്കുന്നത്. കാരണം പല ഡൽഹി നേതാക്കളുടെയും ബിനാമി കൂടിയാണ്. തെരഞ്ഞെടുപ്പിലേക്ക് 6 മാസത്തിൽ കൂടുതൽ സമയമുള്ള നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ രാജിവെച്ച് അവിടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ പോലും ഒരു ഭവിഷ്യത്ത് അത് കോൺഗ്രസിനെ എങ്ങനെ ബാധിക്കുമെന്ന്, ഷാഫി പറമ്പിലിൻ്റെ ഭാവിയെ എങ്ങനെ തടമറിക്കുമെന്ന് അയാൾക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഷാഫി പറമ്പിൽ മാഷി നേരിട്ട് നിർദ്ദേശം നൽകിയത് രാഹുൽ മാങ്കൂട്ടത്തിനോട് സജീവമായിക്കൊള്ളാൻ പാർട്ടിയിലോട്. എന്തായാലും പറമ്പിൽ മാഷ് ആള് കിടിലമാണ്. മാങ്കൂട്ടം അയാളുടെ വെറും ടൂൾ മാത്രമാണ്. ഷാഫി പറമ്പിൽ പറയുന്നു, മാങ്കൂട്ടം ചെയ്തു കാട്ടുന്നു. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ, ഈ തദ്ദേശ തിരഞ്ഞെടുപ്പായാലും 2026 വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പായാലും, ഭരണനേട്ടങ്ങളും വികസനവും മാത്രം മതി ജനങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ഇന്ധനമെന്നിരിക്കെ ഈ വള്ളക്കെട്ടിലൊക്കെ അമിതമായി കൈവയ്ക്കേണ്ടതില്ല എന്നാണ് പാർട്ടിയുടെ തീരുമാനം. അവരുടെ പാടായി എന്നാണ് ഇനി ചിന്തിക്കേണ്ടത്. കുറ്റിപ്പുറത്ത് സാക്ഷാൽ കുഞ്ഞാപ്പയെ തോൽപ്പിച്ച അന്നം തിന്നുന്ന മലയാളിക്കറിയാം ഈ നാറികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ കമൻ്റ് എഴുതുന്നു. കാലം സാക്ഷിയാണ്. ഇതൊക്കെ കാത്തിരുന്ന് കാണാമെന്നല്ലാതെ നടക്കാൻ പോകുന്ന കളികളെക്കുറിച്ച് തൽക്കാലമൊന്നും പറയുന്നില്ല. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും ഫേസ്ബുക്ക് പേജിൻ്റെ താഴെ കോൺഗ്രസ് അണികൾ തന്നെ കമൻറ്റുകളുമായി വന്ന് നിറയുകയാണ്. എന്തിന് ഈ രാഹുൽ മാങ്കൂട്ടത്തെ ചുമക്കുന്നു? രാഹുലിനോട് ചോദിക്കുന്നു, എന്തിന് ഈ ഷാഫി പറമ്പിൽ മാഷിനെ വിശ്വസിക്കുന്നുവെന്ന്.